രാജധാനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ആന്റണിയിലെ ഗാർസിനെയായിരുന്നു വിശുദ്ധ ലൂയിസ് ഡി മെറിലാക്ക് വിവാഹം ചെയ്തിരുന്നത്. 1625 അദ്ദേഹം മരണപ്പെട്ടതോടെ ലൂയിസ് ഡി മെറിലാക്ക് വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ പ്രവർത്തകയായി തീർന്നു. വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ഇടയ്ക്കിടെ അവിടം സന്ദർശിക്കുകയും വിശുദ്ധയെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. മാഡമോയ്സിലെ ലെ ഗാർസ് എന്ന പരക്കെ അറിയപ്പെട്ടിരുന്ന വിശുദ്ധ വിൻസെന്റ് ഡി പോളിനൊപ്പം ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സഭയുടെ സഹസ്ഥാപകയായി തീർന്നു. രോഗികളുടെ മുറികൾ അവരുടെ ആശ്രമങ്ങളും ഇടവക ദേവാലയം അവരുടെ ചാപ്പലും നഗരത്തിലെ തെരുവുകൾ അവരുടെ കന്യകാമഠങ്ങളുമായി തീർന്നു. പ്രസ്തുത സഭയിലെ സന്യാസിനി ജീവിത സമ്പ്രദായത്തിന്റെ പ്രാഥമിക നിയമാവലിയുടെ കരട് രൂപം തയ്യാറാക്കിയത് ലൂയിസ് ഡി മെറിലാക്ക് ആയിരുന്നു. അവരുടെ ബുദ്ധികൂർമ്മതയും സഹതാപവും ആ സന്യാസിനി സഭയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ സന്യാസാർത്ഥിനികളുടെ പരിശീലനത്തിന്റെയും ആത്മീയ പോഷണത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെ ഭൂരിഭാഗവും വിശുദ്ധയുടെ ചുമലിലായിരുന്നു. വിശുദ്ധ മരിക്കുന്ന സമയത്ത് 40-ൽ കൂടുതൽ കന്യാസ്ത്രീ മഠങ്ങൾ ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. കൂടാതെ പാരീസിലെ 26ഓളം ഇടവകകളിലായി രോഗികളെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുകയും 100 കണക്കിന് അഗതികളായ സ്ത്രീകൾക്ക് അഭയം നൽകുകയും ചെയ്തു. ഇതിനു പുറമെ വേറെ നിരവധി സംരംഭങ്ങൾ ലൂയിസ് ഡി മെറിലാക്കിന്റെ കീഴിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂയിസ് ഡി മെറിലാക്ക് ശാരീരികമായ ബലഹീനയായിരുന്നെങ്കിലും അവരുടെ അപാരമായ സഹനശക്തിയും നിസ്വാർത്ഥമായ ദൈവഭക്തിയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അളവില്ലാത്ത വിധം സഹായിക്കുകയും അദ്ദേഹത്തിന് ധൈര്യം പകരുകയും ചെയ്തിട്ടുണ്ട്.